നമ്മളൊരു ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോണ പോലെ തന്നെ മൂന്നാർക്കാണ് പോണത്. അപ്പോൾ പുതിയ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് കാണിക്കണമെന്നുള്ളൊരു ഇതോടെയാണ് പോണത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് തരണം, നമ്മൾ പോവുക, 3 ദിവസം ട്രിപ്പ് തിരിച്ചു വരിക. എന്തൊക്കെയാണെന്നുള്ളൊരു പ്ലാനില്ല, പെട്ടെന്നാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും മനസ്സിൽ വരുന്നില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യാൻ നോക്കും. അപ്പം നമ്മളിപ്പോൾ നേരെ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചാൽ എറണാകുളത്തേക്കാണ് പോണത്. അവിടെ നിന്ന് 2 പേരെ പിക്ക് ചെയ്യാനുണ്ട്. എന്നിട്ടാണ് നമ്മൾ മൂന്നാറേക്ക് പോണത്. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഞാൻ മാത്രമല്ല, എൻ്റെ ആര്യക്കുട്ടി കൂടി എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഫസ്റ്റ് ഈ ക്യാമ്പിലേക്ക് ചെല്ലും, പിന്നെ 2 പേരെ പിക്ക് ചെയ്യും. ദെൻ ഇപ്പം മൂന്നാറേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടേക്കണേ. അങ്ങനെ നമ്മൾ 6:45 കഴിഞ്ഞപ്പോൾ നമ്മുടെ രാകേഷ് ബ്രോനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ കോലം കണ്ട എങ്ങനെയുണ്ട്? പഴയ ആളല്ല, ഇത് പുതിയ മുഖം. ഒന്ന് കാണിച്ചേക്ക്, അടുത്തിട്ടോ മുടി ഒന്ന് കാണിച്ചേക്ക്. അപ്പൊ നമുക്ക് പോവാം. രാത്രി ചായ കുടിക്കാൻ നിർത്തിയാണ് ഗൈസ്. അവിടെ ചായ കിട്ടും, അവിടെ ഒരു ചോക്ലേറ്റ് മ്യൂസിയം ഉണ്ട്. ഇനി വരുമ്പോ നോക്കാല്ലേ. അടച്ചിട്ടത് ബാക്കി. നമ്മള് ഓൺ ദ വേ ആണ്. ഒരു 50 കിലോമീറ്ററൊക്കെ അങ്ങോട്ടുണ്ടാവും. ഞങ്ങളൊരു നൈസ് പാട്ടൊക്കെ കേട്ട ആ ഒരു ഓളത്തിന് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ടൈം എന്ന് പറയണത് ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടൊക്കെ കേട്ട് റോഡിലാണെങ്കിൽ ആരുടെ ശല്യമൊന്നുമില്ല. പുറകിൽ അവർ കിടന്ന് ഉറങ്ങുവാണ്. അപ്പം ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു പോവാം. ഒരാൾ ഉറങ്ങിയിട്ടില്ല, എൻ്റെ ആര്യക്കുട്ടി. അപ്പം നമുക്കിനി റിസോർട്ടിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മളിത് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പാർക്ക് ചെയ്തേക്കാണ്. ഈ കുത്തമിനാർ കയറി വേണം മുകളിൽ എത്താനായിട്ട്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ സമയം ഒരു 12 മണിയായി. 3 തെന്നുന്നുണ്ട്. രാകേഷ് ചലോ മക്കളെ ചലോ. നല്ല ഹൈറ്റിലാണ്, നല്ല തണുപ്പുണ്ട്. വണ്ടി നോക്കാം. അപ്പം ഇപ്പം ഏകദേശം 12 മണിയാറായി. നമ്മൾ ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. എങ്കിൽ പോലും നമ്മളിപ്പോൾ ഫൈനലി നമ്മളെ റൂമിൽ എത്തിയൊക്കെയാണ്. ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹാളുണ്ട്, പിന്നെ ഒരു റൂം, 2 റൂം, 4 പേരേ ഉള്ളൂ. സോ 2 റൂം. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കാൻ കൊള്ളാം. അയ്യോ ഒരാളെ നോക്കി ഇങ്ങോട്ട്. മോർണിംഗ് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അച്ഛാ ഗുഡ് മോർണിംഗ്. ഓ പൊന്നെ ഗുഡ് മോർണിംഗ്. ഓ രക്ഷയില്ല. നമ്മുടെ വണ്ടി എണീറ്റ് വന്നേ ഉള്ളു. എനിക്ക് തോന്നുന്നു ടൈം ഏകദേശം ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഇന്നലെ കുറേ രാത്രിയായിട്ടൊക്കെയാണ് കിടന്നത്. ഞാൻ മുഖം പോലും കഴുകിയിട്ടില്ല. നോക്കാൻ നേരത്തെ ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. തണുത്തിട്ടും വയ്യ, ചെറിയ മഴയുണ്ട്. അപ്പം അങ്ങനെ എന്നിട്ട് പ്ലാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എങ്ങോട്ടാ എന്താണെന്നൊക്കെ. ഇന്നലെ ഞാൻ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കൊടുത്ത് കിടത്തിയേക്ക്. ഞാൻ ആദ്യമായിട്ട് ഒരു പട്ടി ആദ്യമായിട്ടാണ് എന്നെയുമായി ഇണങ്ങുന്നത്. ഞാനൊരു നല്ലൊരു വ്യൂ കാണിച്ചു തരാം.
ഇവിടേക്ക് ഒരു രക്ഷയില്ലാത്ത കോടയാണ്. അവിടെ ഒരു റോഡ് കാണുന്നുണ്ടോ? ആ റോഡിലാണ് വന്നതെന്ന് തോന്നുന്നു നമ്മള്. നമ്മുടെ കോട്ടേജിൽ ഇത് കണ്ട മുല്ലവള്ളിയുണ്ട്, തേന്മാവുണ്ട്. അതെ, ഇതൊക്കെ മുല്ല ഇങ്ങനെ പടർത്തിയിട്ടിരിക്കുവാണ്. പിന്നെ അതെ എൻ്റെ പൊന്നു ഗൈസ്, ഇത് ഇത്ര വലിയ റോസാപ്പൂവാണ് കേട്ടോ. ഇത് ഞാനിതൊക്കെ ഞങ്ങൾ പൈസ കൊടുത്തൊക്കെ മേടിക്കാറ്, റോസാപ്പൂവൊക്കെ കേക്കിലൊക്കെ വെക്കാനായിട്ട്. അതിൻ്റെയൊക്കെ ഇരട്ടി വലിപ്പമുള്ള റോസാപ്പൂവായി നിൽക്കുന്നത്. പിന്നെ അതേ വാഴക്കാപ്പം പോലുള്ളൊരു പൂവുണ്ട്. ആ, മധുരസേവ പോലത്തെ ഒരു പൂവുണ്ട്. പേരക്ക രാവിലെ തന്നെ എന്താ പറയാ, മഞ്ഞ് കൊണ്ട് തണുത്തൊരു പേരക്കയുണ്ട്. അത് ഞാനിങ്ങനെ പറിച്ചെടുത്തിട്ട് ആര് പറഞ്ഞായിട്ടില്ല, പഴുത്ത അതും കൊണ്ടുപോയി. പഴുത്ത പേരൊക്കെ പറിച്ചു നിന്നു. ഇപ്പൊ ഇവിടെ നിന്ന് കോട ഉണ്ടോ? ഫുള്ള് കോട ഇറങ്ങിയൊക്കെ. നേരത്തെ അവിടെയൊക്കെ തെളിഞ്ഞ് കാണാമായിരുന്നു രാവിലെ, ഇപ്പൊ ഫുള്ള് കോടയായി. ഇന്ന് രാത്രി ഒന്നുകൊണ്ട് ലൊക്കേഷൻ പോലും അറിയാൻ മേലാതെ ലൊക്കേഷൻ നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു വരവായിരുന്നു. പെട്ടെന്നാണ് ഇവിടെ റൂം കിട്ടി. കുറേയൊക്കെ നോക്കി, ഞാൻ കുറേ സ്ഥലമൊക്കെ നോക്കിയായിരുന്നു. സൂര്യനെല്ലിയിൽ ഒരു അടിപൊളി പ്ലേസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒന്നും റൂം ഇപ്പോൾ പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് ഫൈനലി ഇവിടെയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഈ ഒരു റിസോർട്ടിൽ ഞങ്ങൾ 4 പേര് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കോട്ടേജ് തന്നേക്കുവാണ്. വേറെ ആരും തന്നെ ഇവിടെ ഇല്ല. അങ്ങോട്ടാ പോകേണ്ട എന്താണെന്നൊരു പ്ലാനും ഇല്ല. ഇത് വേണം ആലോചിക്കാനായിട്ട്. രാവിലെ തന്നെ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുമായിരുന്നു. നിങ്ങൾ പറയുന്നിടത്തേക്ക് ഞാൻ പോകുള്ളൂ. ഇതാണ് നമ്മൾ കയറി വന്ന പടികൾ. ശരിക്കും ഇതാണ്. ഇന്നലെ രാത്രി ശരിക്കും ഒന്നും കാണാൻ പറ്റിയില്ല. ഐ ലവ് യു ബേബി. എന്താ ഒരു ഭംഗി. ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ ഇവിടുത്തെ റോഡിൽ കൂടിയൊക്കെ വെള്ളം കുത്തനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണ്. കാര്യം കാലൊക്കെ ഇപ്പോൾ മറ്റേ ഐസ് വെള്ളം കൊണ്ട് നനഞ്ഞിട്ടിരിക്കുവാണ്. എൻ്റെ പൊന്നോ, തണുത്തിട്ട് വയ്യ. ഇവിടുത്തെ കോട്ടേജുകളും കാര്യങ്ങളൊക്കെയാണ്. ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് ഗൈസ് ഓറഞ്ച്, പച്ച ഓറഞ്ചാണ്. ചെടിയിൽ നിൽക്കുക. ഓ, അവിടെ കുറേ കൊല ഓറഞ്ച് ഉണ്ട്. അവിടെയാണ് ഗൈസ് നമ്മുടെ റൂം എന്ന് പറയുന്നത്. ഒരു ഹൈറ്റിലാണ്. ഇവിടെ വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മൾ 3 ദിവസത്തേക്ക് എടുത്തേക്കണം. അപ്പോൾ എത്രയാണെന്നുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ വേറൊരു സൂത്രം കാണിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കണ്ട ഇത്രയും ഹൈറ്റിലാണ്. ഈ മലയുടെ മേളിലാണ് ശരിക്കും ഈ ഒരു കോട്ടേഴ്സ് വന്നേക്കണം. 3500 അടിയാണല്ലേ? ശരിക്കും 3500 അടിയാണിത്. ഇതിൻ്റെ മേളിലേക്ക് ഇല്ല, നമ്മൾ ടോപ്പിലാണ് ഇപ്പം നിൽക്കുന്നത്. ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ചായ അല്ലേ അമ്മ? അമ്മയുടെ പേരന ഫിലോമിന അമ്മ. ഫിലോമിന അമ്മ ചായ ഉണ്ടാക്കി തരും. എനിക്കൊക്കെ അല്ലേ ഇവിടെ വരുവാ നേരത്ത്. ഇപ്പൊ ഇവിടെ ഒരു ഫുൾ അടുക്കള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അമ്മ എനിക്ക് ഈ ഗ്ലാസ്സിൽ മതി അമ്മ ചായ. ഇവക്കും ഈ ഗ്ലാസ്സിൽ മതി അമ്മ ചായ. ഇത് കുറെ നാളായ ഉപയോഗിച്ചിട്ട്. അപ്പൊ നമുക്ക് ഇതിലായിരിക്കും ചായ അമ്മ തരാൻ. ഇപ്പൊ കുടിക്കാറില്ല. ഇപ്പൊ ഞങ്ങൾക്ക് കുടിക്കാറില്ല. അതുപോലെ അതേ കണ്ട ചെമ്പ് ചെഗ്ഗാന്ന് പറഞ്ഞു.
ഇത് നേരത്തെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിന്ന് ചെമ്പ് ഗ്ലാസ് ചായ കുടിക്കും. അപ്പൊ ഇതിനകത്ത് കൊടുക്കണല്ലേ, നമുക്ക് സ്വർണ്ണം എന്ന് പറഞ്ഞ് പറ്റിക്കാം. കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുക്കീസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് ഹാളൊക്കെയാണ്. ഇവിടെ താമസിക്കുന്നത് നിങ്ങള് ആരൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കുന്നത്? ഞാൻ മാത്രമാണ് പേരക്കടൊക്കെ ഉണ്ട്. കടയുണ്ടോ നിങ്ങൾക്ക്? താഴത്തപ്പോ ഇവിടെ ഒരു കടയുണ്ട്. ഞങ്ങള് ഫുഡ് എവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചിട്ടിരിക്കും. അപ്പൊ താഴെ അവിടെ നിന്ന് കഴിക്കാൻ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടാവുന്നു. രാത്രി വന്നപ്പോഴാണ് മേടിച്ചോണ്ടാവുന്നു. അപ്പൊ ഇനി നമ്മള് ഫുഡ് കഴിക്കണ താഴത്തുനിന്നായിരിക്കും. പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റ് വ്യൂ ആണ് കഴിച്ചത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മലയുടെ മേളിലാണ് ശരിക്കും. നല്ലൊരു വ്യൂ ഉണ്ട്. റൂംസ് എന്നൊക്കെ പറഞ്ഞാൽ ആവറേജ് റൂംസ് ആണ്. പക്ഷെ റൂമിൽ കിടക്കാനല്ലോ നമ്മൾ വേണ്ട, പുറത്ത് എക്സ്പ്ലോർ ചെയ്യാനല്ലേ വേണ്ട. സോ എന്താ പറയുക, നല്ല സ്ഥലമാണ്, നല്ല ആളുകളാണ്. ഇതെൻ്റെ ചായ, ഇത് രാകേഷിൻ്റെ ബിയർ. ആരും എടുത്തില്ലല്ലോ. ബിസ്ക്കറ്റും അച്ചപ്പും നിർബന്ധപ്രകാരം ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ചെമ്പ് ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ പോകും. ചെമ്പ് ഗ്ലാസ് ലോക്കൽസ്. നമ്മള് ചെമ്പ് ഗ്ലാസ്സിൽ ചായ കുടിക്കാൻ പോകും. വല്ല പ്രത്യേകത ഉണ്ടെന്ന് അറിയാമല്ലോ. പക്ഷെ പെട്ടെന്നാണ് ഈ ചെമ്പിന് ചൂട് പിടിക്കുന്നത്. ചില്ല് ഗ്ലാസ്സിൽ പോലും ഇപ്പൊ രാവിലെ തന്നെ അച്ചപ്പവും ചായയും കഴിച്ചിട്ടിരിക്കുകയാണ്. വിശപ്പില്ലാത്ത ആൾക്കാരാണ്. ഒന്നുമില്ലമ്മേ, വിശക്കുന്നമ്മ. ഇല്ല, ഞാന് പ്രമോദനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചോദിക്കാൻ പാടില്ല. ഇപ്പൊ വീട്ടിൽ ഇരുന്ന് അമ്മനെ ഉണ്ടാക്കി കൊടുക്കില്ല. സേവിടൊക്കെ 40 ഇഡ്ഡലി കൊണ്ടുവന്നില്ലേ, കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. 40 വേണ്ട, നിങ്ങൾക്ക് 40 വേണ്ട. ആ കടയില്ലേ, ഞങ്ങൾക്കൊന്ന് വിളിച്ചു പറയോ? ഞങ്ങൾക്കൊന്ന് വിളിച്ചു പറയോ? അതാ ഈ നമ്പർ. നമ്മുടെ കുട്ടന് നമ്മൾ ഇത് കൊടുക്കാൻ പോവാണ്. കഴിച്ചോടാം. ഞാൻ അച്ചപ്പം കഴിച്ചോണ്ടിരിക്കുക. ആ കാണുന്നത് ചെങ്കുളം ഡാമാണ്. ഈ ടൗൺ ഏതാണ്? ആനച്ചാൽ ടൗൺ. പിന്നെ അവിടെ നമ്മുടെ ഇടുക്കി ഡാമുണ്ട്. പക്ഷെ അതിപ്പോൾ അവിടെ കോട ഇറങ്ങിയോണ്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. പൊറോട്ടയും മുട്ടയാണ് കഴിക്കുന്നത്. ഇപ്പോൾ വേറെ ഇവിടെ ഒന്നും കിട്ടാനില്ലോ. എല്ലാം നേരത്തെ പറയണമായിരുന്നു, ഇഡലിയൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുക, പിന്നെ നമ്മളൊരു മലയുടെ മുകളിലേക്ക് പോകുന്നതാണ്. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മലയുടെ മുകളിൽ. അപ്പോൾ മലയുടെ മേളിൽ പോയതിനു ശേഷം എങ്ങോട്ടാണ് പോകണമെന്നുള്ള പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവന് ഇനി ഫുഡൊക്കെ കൊടുക്കണം. ഇവിടെ നോക്കി നിൽക്കുവാണ്. ഫുഡ് കഴിക്കാം. നിങ്ങളപ്പോൾ ഒരു ടൈം സ്ലാപ്പ് കണ്ടിട്ട് വാ. ഇപ്പോൾ ഒരുങ്ങി ഇറങ്ങിയേക്കുവാണ്. ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ബാക്കി എപ്പിസോഡ് 2-ലായിരിക്കും നമ്മൾ എന്താണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് വരാൻ പോകണം. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ അൺലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാം പണ്ടാരം അങ്ങോട്ട് ചെയ്യുക, ഒന്നും നോക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്.